ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അനങ്ങൻ മലയ്ക്ക് താഴ്വാരത്തുള്ള പ്ലാക്കാട്ടുകുളം. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ കുളം നാടിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപയും അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെ 19 ലക്ഷം രൂപയും വിനിയോഗിച്ചായിരുന്നു കുളത്തിന്റെ നവീകരണം. ഈ ആകാശം കണ്ടാൽ ആർക്കാണ് ഇവിടെ ഒന്ന് പോകാൻ തോന്നാത്തത്? അനങ്ങൻ മലയ്ക്ക് താഴ്വാരത്ത് പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും നടുവിലായി പരന്നു കിടക്കുന്ന വിശാലമായ കുളം. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളത്തിന് പ്രദേശവാസികളുടെയും അനങ്ങനടി പഞ്ചായത്തിന്റെയും ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ പുതുജീവൻ നൽകിയത്. നവീകരണം പൂർത്തിയായതോടെ വ്ലോഗർമാരുടെയും വിനോദസഞ്ചാരികളുടെയും ഇഷ്ട ലൊക്കേഷനുകളിലൊന്നായി ഇവിടം മാറി. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ നീന്തൽ പഠിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കുളത്തിന് ചുറ്റും സംരക്ഷണ ഭിത്തി, ഇരുമ്പ് ഗ്രില്ല്, ഇന്റർലോക്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. നവീകരണം പൂർത്തിയാക്കിയ കുളം മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. നന്നായിരിക്കുന്നു, മനോഹരമായി അത് ചെയ്തു വെച്ചിരിക്കുന്നു. അതിന് പ്രവർത്തനം ഭംഗിയായി പൂർത്തീകരിച്ചു. അതിവിടെ ശുദ്ധവായുവും നല്ല കാറ്റ്, ഇതിലേക്കൊന്ന് ഇറങ്ങി നടക്കുക, അതെല്ലാം ആസ്വദിക്കാൻ, പിന്നെ നീന്തൽ പഠിപ്പിക്കാൻ കുട്ടികൾക്കൊരു സൗകര്യം, ഇതെല്ലാം നല്ല രീതിയിൽ വിവിധങ്ങളായ പദ്ധതികൾ കോർത്തിണക്കിയാണ്. പഞ്ചായത്ത് അതിനാവശ്യമായ ബ്യൂട്ടിഫിക്കേഷൻ, MLA അതിനാവശ്യമായ പണം വെച്ചതെല്ലാം നവീകരിച്ചു. ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അനങ്ങനടി പഞ്ചായത്ത് ഓഫീസിന് പിൻവശത്തായാണ് 75 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന കുളം സ്ഥിതി ചെയ്യുന്നത്. ഒരു വേനലിലും വറ്റാത്ത ജലസംഭരണി കൂടിയായ പ്ലാക്കാട്ടുകുളം സമീപത്തെ 300 ഏക്കറോളം വരുന്ന കൃഷിക്കും ജലസേചനത്തിനുമായി ഉപയോഗിക്കാമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.